എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രധാനമായി നോക്കുവാൻ പോകുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഒന്നായ ഹൗസ് ഓഫ് കോമൺസിനെ പറ്റിയാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻ്ററി സംവിധാനം ദ്വിമണ്ഡല സംവിധാനത്തിൽ അഥവാ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായതാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഉപരിസഭ പ്രഭുസഭ ഹൗസ് ഓഫ് ലോർഡ്സ് എന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധോസഭ ഹൗസ് ഓഫ് കോമൺസ് അഥവാ പൊതുസഭ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഹൗസ് ഓഫ് ലോർഡ്സിനെ പറ്റി ഇതിനു മുമ്പുള്ള നിരവധിയായ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഹൗസ് ഓഫ് ലോർഡ്സിനെ പറ്റിയും ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ പ്രത്യേക അധികാരങ്ങളെ പറ്റിയും പരിമിതികളെ പറ്റിയും അവരുടെ ഫങ്ഷൻസിനെയൊക്കെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ രണ്ടാമത്തെ സഭയായ ഹൗസ് ഓഫ് കോമൺസിനെ പറ്റിയാണ്. അതായത് അധോസഭ അഥവാ പൊതുസഭയെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹൗസ് ഓഫ് കോമൺസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ രൂപീകരിക്കപ്പെടുന്നത് തിരഞ്ഞെടുപ്പിലൂടെയാണ്. അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധോ മണ്ഡലമായ പൊതുജനസഭ തിരഞ്ഞെടുപ്പ് വഴിയാണ് രൂപീകരിക്കപ്പെടുന്നത്. മാത്രവുമല്ല സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെയാണ് പൊതുജനസഭയിലേക്ക് അഥവാ ഹൗസ് ഓഫ് കോമൺസിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെയാണ്. ഇതിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 650 650 അംഗങ്ങളാണ് പൊതുജനസഭയിൽ അഥവാ ഹൗസ് ഓഫ് കോമൺസിൽ ഉണ്ടാവുക. 5 വർഷമാണ് ഈ സഭയുടെ അഥവാ ഹൗസ് ഓഫ് കോമൺസിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അതായത് സഭയുടെ കാലാവധി 5 വർഷമാണെങ്കിലും അതിനു മുമ്പ് എപ്പോൾ വേണമെങ്കിലും ന്യായമായ കാരണത്താൽ സഭ പിരിച്ചുവിടാവുന്നതാണ്. അതായത് സഭ ഭരണകാര്യങ്ങളിൽ പരാജയപ്പെട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഇവർ ചെയ്താലെല്ലാം സഭ പിരിച്ചുവിടാവുന്നതാണ്. അതായത് ന്യായമായ എന്ത് കാരണങ്ങളാലും 5 വർഷത്തിന് മുമ്പും സഭ പിരിച്ചുവിടാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഹൗസ് ഓഫ് കോമൺസിൻ്റെ അഥവാ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധോസഭയായ അഥവാ പൊതുജനസഭയായ ഹൗസ് ഓഫ് കോമൺസിന് നിരവധിയായ ചുമതലകൾ അഥവാ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഫങ്ഷൻസിനെ നമ്മൾ 3 തരംതിരിക്കുന്നത്. അതായത് നിയമനിർമ്മാണ ചുമതലകൾ, അതുപോലെ ധനകാര്യ ചുമതലകൾ, അതുപോലെ കാര്യനിർവഹണ സമിതിയുടെ നിയന്ത്രണം എന്നിങ്ങനെ. അപ്പോൾ ഇവ ഓരോന്നും നമ്മൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് നിയമനിർമ്മാണ ചുമതലകൾ. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ ഹൗസ് ഓഫ് കോമൺസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫങ്ഷനിൽ ഒന്നാണ് നിയമനിർമ്മാണ ചുമതലകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇവർക്കാണ്, അതായത് ഹൗസ് ഓഫ് ലോർഡ്സിനാണ് നിരവധിയായ അധികാരങ്ങളുണ്ട് എന്നത്. അതായത് സിദ്ധാന്തപ്രകാരം ബ്രിട്ടനിലെ രാജാവും പ്രഭുക്കളും പൊതുജനസഭയിലെ അംഗങ്ങളും ചേർന്ന പാർലമെൻറ്റിൻ്റെ ചുമതലയാണ് നിയമനിർമ്മാണം എന്നത്. എന്നാൽ പ്രയോഗത്തിൽ പാർലമെൻറ്റിലെ രാജാവിൻ്റെ സ്ഥാനം തീർത്തും ഔദ്യോഗികം മാത്രമാണ്. മാത്രവുമല്ല പൊതുജനസഭയുടെ സഹായി മാത്രമാണ് പ്രഭുസഭ. എന്താണ് സിദ്ധാന്തപ്രകാരം രാജാവും പ്രഭുക്കളും പൊതുജനസഭയിലെ അംഗങ്ങളും ചേർന്ന പാർലമെൻറ്റിൻ്റെ ചുമതലയാണ് നിയമനിർമ്മാണം എന്നത്. എന്നാൽ പ്രയോഗത്തിൽ പാർലമെൻറ്റിലെ രാജാവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് തീർത്തും ഔദ്യോഗികം മാത്രമാണ്. മാത്രവുമല്ല പൊതുജനസഭയുടെ സഹായി മാത്രമാണ് പ്രഭുസഭ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടു ഇവർ നടപ്പിലാക്കുന്ന നിയമങ്ങളെല്ലാം തന്നെ സൂക്ഷ്മമായി സമയമെടുത്ത് പരിശോധിക്കുന്നതൊക്കെ പ്രഭുസഭയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പൊതുജനസഭയുടെ സഹായിയാണ് പ്രഭുസഭ അഥവാ ഹൗസ് ഓഫ് ലോർഡ്സ് എന്നത് ഹൗസ് ഓഫ് കോമൺസിൻ്റെ സഹായിയാണ്. ഈ ഹൗസ് ഓഫ് കോമൺസിൻ്റെ മറ്റൊരു പ്രധാന നിയമനിർമ്മാണ ചുമതല എന്ന് പറയുന്നത് സാധാരണ നിയമങ്ങളും അതുപോലെ തന്നെ ധനകാര്യ നിയമങ്ങളും നിർമ്മിക്കാൻ ഈ പൊതുജനസഭയ്ക്ക് അധികാരമുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു ഹൗസ് ഓഫ് ലോർഡ്സിന് ധനകാര്യ ബില്ല് ഒഴികെ ഏത് നിയമവും ഭേദഗതി ചെയ്യാനും നിരോധിക്കാനുമുള്ള അധികാരമുണ്ട് എന്നത്. എന്നാൽ ധനകാര്യ ബില്ലിൻ്റെ കാര്യത്തിൽ പരിപൂർണ അധികാരം എന്നുള്ളത് പൊതുജനസഭയ്ക്ക് അഥവാ ഹൗസ് ഓഫ് കോമൺസിനാണ്. ഹൗസ് ഓഫ് കോമൺസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരമാണ് ധനകാര്യ നിയമങ്ങളും അതുപോലെ തന്നെ സാധാരണ നിയമങ്ങളും നിർമ്മിക്കാൻ ഈ പൊതുജനസഭയ്ക്ക് അഥവാ ഹൗസ് ഓഫ് കോമൺസിന് അധികാരമുണ്ടായിരിക്കും. അതായത് ഏതൊരു നിയമവും ബില്ലിൻ്റെ രൂപത്തിൽ ആദ്യം അവതരിപ്പിക്കപ്പെടുന്നത് ഇവിടെയാണ്. അതായത് ഏതൊരു നിയമവും ബില്ലിൻ്റെ രൂപത്തിൽ ആദ്യം അവതരിപ്പിക്കപ്പെടുന്നു. തുടർന്ന് ഇവർ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഇത് 3 തവണ വായിക്കപ്പെടുകയും രാജാവിൻ്റെ അംഗീകാരം ലഭിച്ചാൽ നിയമമാവുകയും ചെയ്യും.
അപ്പോൾ എന്താണ് ഹൗസ് ഓഫ് കോമൺസിൻ്റെ ആദ്യത്തെ ചുമതലയാണ് നിയമനിർമ്മാണ ചുമതലകൾ. ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, സിദ്ധാന്തപ്രകാരം രാജാവും പ്രഭുക്കളും പൊതുജനസഭയിലെ അംഗങ്ങളും ചേർന്ന പാർലമെൻറ്റിൻ്റെ ചുമതലയാണ് നിയമനിർമ്മാണം അഥവാ ലോ മേക്കിംഗ് പവർ എന്ന് പറയുന്നത്. എന്നാൽ പ്രയോഗത്തിലെ പാർലമെൻറ്റിലെ രാജാവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് തീർത്തും ഔദ്യോഗികം മാത്രമാണ്. കൂടാതെ പൊതുജനസഭയുടെ ആയി മാത്രമാണ് പ്രഭുസഭ. അതുപോലെ സാധാരണ നിയമങ്ങളും ധനകാര്യ നിയമങ്ങളും നിർമ്മിക്കാൻ പൊതുജനസഭയ്ക്ക് അധികാരമുണ്ട്. ഏതൊരു നിയമവും ബില്ലിൻ്റെ രൂപത്തിൽ ആദ്യം അവതരിപ്പിക്കപ്പെടുന്നു. തുടർന്ന് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഇത് 3 തവണ വായിക്കപ്പെടുകയും രാജാവിൻ്റെ അംഗീകാരം ലഭിച്ചാൽ അത് നിയമമാവുകയും ചെയ്യും. ഓക്കെ, അടുത്ത ഹൗസ് ഓഫ് കോമൺസിൻ്റെ അഥവാ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമായ പൊതുജനസഭയുടെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ധനകാര്യ ചുമതലകളാണ്. അപ്പോൾ ധനകാര്യ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ധനകാര്യ ബില്ല് പൊതുജനസഭയിൽ അഥവാ ഹൗസ് ഓഫ് കോമൺസിൽ തന്നെ അവതരിപ്പിക്കപ്പെടണം എന്നാണ്. അതായത് ധനകാര്യ ബില്ലിൻ്റെ കാര്യത്തിൽ പരമമായ അധികാരം പൊതുജനസഭയ്ക്കാണുള്ളത്. അതായത് 1911 പാർലമെൻറ്റ് ആക്ട് പ്രകാരം പൊതുജനസഭ പാസ്സാക്കുന്ന അഥവാ ഹൗസ് ഓഫ് കോമൺസ് പാസ്സാക്കുന്ന ധനകാര്യ ബില്ലുകൾ പ്രഭുസഭയിലേക്ക് അഥവാ ഹൗസ് ഓഫ് ലോർഡ്സിലേക്ക് അയക്കുകയും ഹൗസ് ഓഫ് ലോർഡ്സ് അഥവാ പ്രഭുസഭ അത് പാസ്സാക്കിയാലും ഇല്ലെങ്കിലും അവ രാജാവിൻ്റെ അംഗീകാരം വഴി നിയമമാവുകയും ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു ധനകാര്യ ബില്ലിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ അധികാരവും പ്രഭുസഭയ്ക്ക് അഥവാ ഹൗസ് ഓഫ് ലോർഡ്സിന് ഇല്ല എന്നത്. ഓക്കെ, അതിൻ്റെ പരമായ അധികാരം എന്നുള്ളത് ഹൗസ് ഓഫ് കോമൺസിന് അഥവാ അതോ മണ്ഡലത്തിനാണ്. അതായത് ധനകാര്യ ബില്ലിൻ്റെ മേൽ പ്രഭുസഭയ്ക്ക് കാര്യമായ അധികാരങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അടുത്തത് ഹൗസ് ഓഫ് കോമൺസിൻ്റെ മറ്റൊരു പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാര്യനിർവഹണ സമിതിയുടെ നിയന്ത്രണമാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് പറയുന്നത് നോക്കിയാൽ, പൊതുജനസഭയുടെ പ്രധാന ചുമതലയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നത് ഹൗസ് ഓഫ് കോമൺസിൻ്റെ മറ്റൊരു പ്രധാന ഫംഗ്ഷനാണ്. അപ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഹൗസ് ഓഫ് കോമൺസ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ അഥവാ നടപടികളെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അതായത് 2 തരത്തിലാണ് അവർ ഈ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കണമെന്ന സ്ഥിരമായ കരാറിലൂടെയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് ഗവൺമെൻറ്റിനെ ലക്ഷ്യമാക്കി സഭ ഉന്നയിക്കുന്ന വിമർശനങ്ങളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പൊതുജനസഭയുടെ പ്രധാന ചുമതലയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം എന്നത്. അതായത് 2 തരത്തിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം എന്ന ഉത്തരവാദിത്തം ഹൗസ് ഓഫ് കോമൺസ് നിർവഹിക്കുന്നത്. അതായത് ഒന്നാമത്തേതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കണമെന്ന സ്ഥിരമായ ഒരു കരാറുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ ലക്ഷ്യമാക്കി സഭ ഉന്നയിക്കുന്ന വിമർശനങ്ങളും. ഓക്കെ, ഇതിനവർ ഉപയോഗിക്കുന്നത് ലിഖിതവും അലിഖിതവുമായ ചോദ്യങ്ങളാണ്. അതായത് കാര്യനിർവഹണ സമിതിയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നതിന് പൊതുജനസഭ അഥവാ ഹൗസ് ഓഫ് കോമൺസ് ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളാണ് ലിഖിതവും അലിഖിതവുമായ ചോദ്യങ്ങൾ എന്ത്. ഓക്കെ, അതായത് കൃത്യമായി എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ചോദ്യങ്ങൾ ഹൗസ് ഓഫ് കോമൺസ് കാര്യനിർവഹണ സമിതിയോട് ചോദിക്കും. ഓക്കെ എന്നത് ഈ ചോദ്യങ്ങൾ വഴി ഗവൺമെൻറ്റിലെ വിവിധ വകുപ്പുകളിലെ പ്രവർത്തനങ്ങൾ പൊതുപരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ഉദ്യോഗസ്ഥ ഭരണം അവസാനിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഹൗസ് ഓഫ് കോമൺസ് കാര്യനിർവഹണ സമിതിയെ നിയന്ത്രിക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ പൊതുജനങ്ങളോട് ഉത്തരവാദിത്വം പുലർത്താൻ ഗവൺമെൻറ്റിനെ നിർബന്ധിക്കുന്നത് തന്നെ പൊതുജനസഭയാണ് അഥവാ ഹൗസ് ഓഫ് കോമൺസ് ആണ്. ഓക്കെ, മാത്രമല്ല വിശ്വാസ വോട്ടെടുപ്പിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ് വിശ്വാസ വോട്ടെടുപ്പ് എന്നുള്ളത്. അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ സഹായത്തോടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതിൽ പൊതുജന സഭയ്ക്ക് അഥവാ ഹൗസ് ഓഫ് കോമൺസിന് പ്രധാനമായ പങ്കുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നിയമനിർമ്മാണ ചുമതലകൾ, അതുപോലെ തന്നെ ധനകാര്യ ചുമതലകൾ, കൂടാതെ കാര്യനിർവഹണ സമിതിയെ നിയന്ത്രിക്കുക. ഇത്തരത്തിലുള്ള നിരവധിയായ പ്രധാന ചുമതലകൾ ഹൗസ് ഓഫ് കോമൺസ് നിർവഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ്. അതായത് പൊതുജന സഭയാണ് ഹൗസ് ഓഫ് കോമൺസ്. അതിൽ ഏകദേശം 609 അംഗങ്ങളുണ്ട്. 5 വർഷമാണ് കാലാവധി. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ 5 വർഷമാണ് കാലാവധിയെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇവരെ പിരിച്ചുവിടാം. ഓക്കെ, ഇപ്പോൾ മാത്രമല്ല ധനകാര്യ
ബില്ലിൻ്റെ കാര്യത്തിൽ ഇവർക്കാണ് പരിപൂർണ ചുമതല ഉണ്ടായിരിക്കുക. ഇവർ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ നിയമങ്ങളും അതുപോലെ ധനകാര്യ നിയമങ്ങളും നിർമ്മിക്കാൻ ഇവർക്ക് അധികാരമുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഹൗസ് ഓഫ് കോമൺസിൻ്റെ പറ്റി പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.